ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിന്ന് കയ്യിലുള്ള തുണിയൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞുടുപ്പാണ് നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കൊച്ചു പിള്ളേർക്ക്, കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി ഉടുപ്പാണ് ഞാൻ എൻ്റേതായ രീതിയിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ കയ്യിൽ ഉള്ള കുറച്ച് ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ച് നമുക്കിന്നൊരു കുട്ടി ഉടുപ്പ് തയ്ച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു റെഡ് കളറിലെ തുണി എടുക്കുന്നുണ്ട്. ഈ തുണിയുടെ നീളമെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു 26, 25 ആ ഒരു നീളമാണ്. അതുപോലെ തന്നെ 25 ഇൻറ്റു 5.5 ഇഞ്ചാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. 25 നീളമായിട്ടും വിട്ടായിട്ട് 5ഉമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നീളത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പഴയ ഒരു ക്ലോത്തിലെ ഒരു ഡ്രസ്സിലെ ഒരു തുണിയാണ്. അപ്പോൾ ആ ഒരു ഡ്രസ്സ് ഉപയോഗിക്കാതിരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തയ്ച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്തതാണ്. പിന്നെ നമ്മൾ കസവ് സാരിയുടെ കുറച്ച് പോർഷൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞേക്കുന്നത് 36x11 നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം തീരെ പൊടിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് ഞാനിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാട്ടോ ഞാൻ ചാനലിൽ ഒരു സ്റ്റിച്ചിങ് വീഡിയോ മെഷീൻ വെച്ച് തയ്ച്ചൊന്ന് ഇട്ട് നോക്കുന്നത്. അപ്പം എത്രമാത്രം എല്ലാവർക്കും ഉപകരിക്കും എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. എൻ്റേതായ രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. പിന്നെ നമ്മൾ അറ്റത്ത് ഇങ്ങനെ വള്ളി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ കുറച്ച് കസവിൻ്റെ പോർഷനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒരു ക്ലോത്ത് ഇങ്ങനെ ആ റെഡിൻ്റെ ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ രണ്ടായിട്ടൊന്ന് മടക്കി ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് തയ്യൽ മെഷീൻ വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ ആ കസവിൻ്റെ പോർഷനും ആ ഒരു റെഡ് തുണിയും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ പ്ലീറ്റായിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ഇങ്ങനെ പ്ലീറ്റായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഓരോ തയ്യൽ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ മടക്കി അങ്ങ് അടിച്ചാൽ കൊടുത്താൽ മതി. അപ്പോൾ അതാണ്ട് ഇതുപോലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് തയ്ച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ മടക്കി ഇങ്ങനെ തയ്ച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം ആദ്യം ഞാനിത് തയ്ച്ചപ്പോൾ അടിയിൽ നൂലുണ്ടോ എന്നും ചെക്ക് ചെയ്തില്ലായിരുന്നു. അപ്പം നൂല് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഈ നൂല് കയറ്റുക എന്ന് പറഞ്ഞേക്കുന്നത് വലിയൊരു സമസ്യയാട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം അത് തന്നെയാണ്. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനതെല്ലാം മാറ്റിയിട്ട് പിന്നെ നൂലൊക്കെ കയറ്റി പിന്നെ നമ്മൾ ജസ്റ്റ് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഇടയ്ക്കാണെങ്കിൽ നൂലങ്ങ് ആ ഒരു ഫോഴ്സിലങ്ങ് പൊട്ടിപ്പോവുകയും ചെയ്യും. അതും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ജസ്റ്റ് ഒരു കുട്ടിയുടുപ്പ് ഇങ്ങനെ തയ്ക്കുന്നത്. അത് ഞാൻ ഇന്നലെ ഒരു ഡിസൈൻ ഞാനിങ്ങനെ കണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഐഡിയയിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പം ചിലർക്കൊക്കെ ഇത് ചിലപ്പം കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ ഈ ഒരു ഐഡിയ തീർച്ചയായിട്ടും ഉപകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഡ്രസ്സുകളൊന്നും എനിക്ക് തയ്ക്കാനൊന്നും അങ്ങനെ അറിയത്തില്ല കേട്ടോ. നമുക്ക് ഈ കൊച്ചു പിള്ളേരുടെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് അവരെ കാണുമ്പോൾ ഒരു സൈസും കാര്യങ്ങളും നമുക്ക് അറിയാമല്ലോ. അപ്പം ആ ഒരു രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് തയ്ച്ച് നോക്കുകയാണ്. അപ്പം നമ്മളിതുപോലെ മടക്കി ഇതുപോലെ ജസ്റ്റ് നല്ല രീതിയിൽ തയ്ച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പം വന്നിരിക്കുകയാണ്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അതിന് സ്റ്റാൻഡൊക്കെ ഇനി മേടിക്കണം. അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെയാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. ഇനി നമുക്ക് സൈഡ് വശം ഇതുപോലെ ജസ്റ്റ് ഒന്ന് തയ്ച്ചുകൊണ്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ്. നമ്മൾ രണ്ട് സൈഡോട് നമ്മൾ ഇതുപോലെ കൂട്ടി യോജിപ്പിക്കണം. അങ്ങനെ ഞാൻ ജസ്റ്റ് കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ തയ്യൽ മെഷീനൊക്കെ എടുത്തിട്ട് അപ്പം വീഡിയോ എടുക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടിയാട്ടോ. അപ്പം കാരണം സ്റ്റാൻഡ് ഇല്ലാത്തത് ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇനി സ്റ്റാൻഡൊക്കെ ഇനി പതുക്കെ യൂട്യൂബിലെ പൈസ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പം ആ പൈസ കിട്ടുമ്പോൾ ഇനി വാങ്ങിക്കണമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് തയ്ച്ചിങ്ങനെ എടുക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിടുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനൊരു ഡ്രസ്സിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്കിങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കാണെങ്കിൽ 2 വള്ളിയും കൂടെ നമുക്കൊന്ന് വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇത് തേച്ചൊക്കെ നമ്മൾ നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡ്രസ്സായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വള്ളി ഇങ്ങനെ തയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കസവ് പോർഷൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് മണ്ടയ്ക്ക് നമ്മൾ വള്ളിയും പിടിപ്പിച്ചു കൊടുത്ത് ഒരു ബോയും നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോ തീർച്ചയായിട്ടും ഉപകരിക്കുമെന്നും ഇഷ്ടപ്പെടുമെന്നും വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കുഞ്ഞി കുട്ടികൾക്കൊക്കെ നമുക്ക് വീട്ടിലിരിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ വെച്ച് തന്നെ ചെറിയൊരു ഉടുപ്പൊക്കെ നമുക്ക് ഓണത്തിനൊക്കെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കാവുന്നതാണ്.
ജസ്റ്റ് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.